ഇപ്പോൾ എന്താണ് ഈ കൊലപാതകത്തിൻ്റെ പ്രകോപനം എന്ന കാര്യം ഇപ്പോഴും പോലീസ് തെളിച്ചു പറയുന്നില്ല. അല്പസമയത്തിന് പോലീസ് അതുകൂടി പറയും എന്ന് വേണം കരുതാൻ. ജയന്തൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കരൂരിൽ പോലീസ് പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ആ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്പോട്ട് തന്നെയാണ് വിജയലക്ഷ്മിയുടെ മൃതദേഹമുള്ളത് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നു. ആ മേഖല കുഴിച്ചു നോക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുകയാണ് പോലീസ് എന്ന് വേണം മനസ്സിലാക്കാൻ. യുവതിയുടെ മൊബൈൽ ഫോൺ ജയന്തൻ KSRTC ബസ്സിൽ ഉപേക്ഷിച്ചു കളഞ്ഞതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ വിവരം പോലീസിന് കിട്ടാൻ കാരണം. ജയന്തനും കരുതിയതുപോലെ ആ ഫോണുമായി ആ ബസ് കണ്ണൂരേക്ക് പോയില്ല. അതിനു മുമ്പ് തന്നെ ഈ സീറ്റിലിരിക്കുന്ന ഫോണ് അടുത്തിരുന്ന ഒരു യാത്രക്കാരി അത് കണ്ടെത്തുകയും അതെടുത്ത് കണ്ടക്ടറെ ഏൽപ്പിക്കുകയും കണ്ടക്ടർ പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. കണ്ടക്ടറാണ് ഈ ഫോൺ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ കൈമാറിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തുടർന്ന് ഈ മൊബൈൽ ഫോൺ, അതിൻ്റെ ടവർ ലൊക്കേഷൻ, ഈ കോൾ ലിസ്റ്റ് എന്നിവ പരിശോധിച്ചു. ആ പരിശോധനയാണ് ജയന്തനിലേക്ക് കൃത്യമായി തന്നെ ഈ അന്വേഷണത്തെ കൊണ്ടുവന്നെത്തിച്ചത്. അതിനുശേഷം അയാളെ സാഹസികമായി പിടികൂടുമ്പോഴും ഇയാൾ സമ്മതിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ പറയുകയോ ചെയ്തിരുന്നില്ല. പിന്നീടുള്ള ചോദ്യം ചെയ്യലാണ് ഇയാൾക്ക് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, ഈ കൊലപാതകത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും ഈ കട്ടിംഗ് പ്ലെയർ കൊണ്ട് തലക്കടിച്ച് കൊല്ലുകയായിരുന്നു എന്ന വിശദാംശങ്ങളൊക്കെ നൽകുന്നത്. മനീഷ് മഹിപാൽ തുടർന്ന്. മനീഷ്, ഈ കറുത്ത ടാർപ്പാളിംഗ് ഷീറ്റ് അരുൺരാജാണ്. അരുൺരാജ്, ഈ കറുത്ത ടാർപ്പാളിംഗ് ഷീറ്റ് കൊണ്ട് കെട്ടിയിരിക്കുന്ന സ്ഥലമാണോ സ്പോട്ട്? എന്താണ് പോലീസിൻ്റെ അടുത്ത നടപടി? അശ്മി, കാണുന്ന ടാർപോളിൻ കൊണ്ട് കെട്ടിയ സ്ഥലത്താണ് ഇപ്പോൾ ബോഡി കണ്ടെത്താനുള്ള പോലീസിന്റെ പരിശോധന ഇപ്പോൾ തുടരുന്നത്. ആ പോലീസിന് അല്പസമയത്തിനകം തന്നെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. കാരണം ഡോക്ടർമാരുടെ സംഘം, ഈ പോലീസിന്റെ പ്രത്യേക ഫോറൻസിക് സംഘം അടക്കമുള്ളവർ ഈ സ്ഥലത്ത് ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ സമീപത്ത് നിൽക്കുന്നവർക്കടക്കം ഈ മാസ്ക് അടക്കം നൽകുകയാണ്. കാരണം സ്വാഭാവികമായും ഭൂമിക്കടിയിൽ കിടക്കുന്ന ദിവസങ്ങൾ പഴകിയ ബോഡി അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത, സ്മെല്ലടക്കം പോലീസിന് ഉണ്ടാകും. അതുകൊണ്ടാണ് പോലീസ് വേണ്ട മുൻകരുതലടക്കം ഇപ്പോൾ സ്വീകരിക്കുകയാണ്. അതായത് ബോഡി ഇവിടെ ഉണ്ട് എന്ന് പോലീസ് ഉറപ്പിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ കരുനാഗപ്പള്ളി CA അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറുകൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാരണം ഈ മൃതദേഹം എടുക്കുമ്പോൾ അത് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക, അത് ഗസറ്റഡ് ഓഫീസറെ സാക്ഷ്യപ്പെടുത്തുക, അതുമായി ബന്ധപ്പെട്ട നടപടികളുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് വേണ്ടതുണ്ട്. ആ നടപടികളാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പൂർത്തീകരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ബോഡി പുറത്തേക്ക് കൊണ്ടുവരും. ഈ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരാൻ പോലീസിന് കഴിയും. എന്തായാലും പ്രത്യേക സംഘം അടക്കമുള്ളവർ ഈ സ്ഥലത്ത് എത്തി ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ തുടർന്നുള്ള നടപടികൾ, മൃതദേഹം വീണ്ടെടുക്കാനുള്ള നടപടികളടക്കം ഇപ്പോൾ കൊണ്ടുപോകുന്നത്. എന്തായാലും ഏറെ ശ്രമകരമായ ഒരു ദൗത്യം, ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസിന് പ്രതി ആരെയെന്ന് ഉറപ്പിക്കാൻ പറ്റുന്നു. ആ പ്രതിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ പൂർണ്ണമായും കണ്ടെടുക്കാൻ കഴിയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, ജയന്തനെ അവിടെ തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രേക്ഷകർ നേരത്തെ കണ്ടു, ഒരു കറുത്ത ടാർപ്പാളിൻ ഷീറ്റ് കെട്ടിയിട്ടാണ് ആ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെയാണ് ജയന്തനും വിജയലക്ഷ്മിയെ കുഴിച്ചിട്ടത് എന്ന് തന്നെയാണ് പോലീസ് അയാളുടെ മൊഴി. അവിടെ ഉറപ്പായും കുഴിച്ചുള്ള പരിശോധന അടക്കം വേണം. ഇനിയിപ്പോൾ DNA പരിശോധന അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകളിലേക്ക് കാര്യങ്ങൾ പോകും. ബാക്കി പരിശോധനയുടെ ഏറ്റവും പ്രധാനം വളരെ പെട്ടെന്ന് പോലീസ് ഇരുചവി അറിയാതെ ജയന്തനെ പൊക്കി എന്നുള്ളത് തന്നെയാണ്. അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ടേക്ക് പോലീസ് എത്തിയത്. ആദ്യഘട്ടത്തിൽ ഇയാൾ സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായി എന്ന കാര്യം സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. ജയന്തൻ്റെ വീട്ടിലും ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുകയാണ്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയായിരുന്നു അല്പസമയം മുൻപ്. അതിനുശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. എന്താണ് ഈ കൊലപാതകത്തിൻ്റെ കാരണം, കൊലപാതകത്തിൻ്റെ പ്രകോപനം എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. വിജയലക്ഷ്മി ജയന്തനുമായി സൗഹൃദത്തിലായിരുന്നു. ഭർത്താവുമായി അകന്നു കഴിയുന്ന വിജയലക്ഷ്മി ജയന്തനുമായി സൗഹൃദത്തിലായിരുന്നു. ജയന്തനും വിജയലക്ഷ്മി വിളിച്ചു വരുത്തിയ കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയുന്നു ഇയാൾ. അതിനുശേഷം ഈ കട്ടിംഗ് പ്ലെയർ കൊണ്ട് തലക്കടിച്ച് കൊല്ലത്തക്ക രീതിയിലുള്ള എന്താണ് പ്രകോപന കാരണം എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഉറപ്പായും പോലീസിനത് അതിനെക്കുറിച്ചുകൂടി അറിവുണ്ടാകണം. ആദ്യഘട്ടത്തിൽ സമ്മതിക്കാൻ തയ്യാറാവാതിരുന്ന ജയന്തൻ പിന്നീട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് വിജയലക്ഷ്മിയെ കൊന്നതാണെന്നും കൊന്ന സ്ഥലം അവിടെയാണെന്നും പറഞ്ഞത്. അതിനുശേഷമാണ് തെളിവെടുപ്പിനായി പ്രതിയെ കൊണ്ട് പോലീസ് അങ്ങോട്ടേക്ക് എത്തിയത്. മനീഷ് മഹിപാൽ ചേരുകയാണ്. മനീഷ്, എന്തായാലും കേരള പോലീസിൻ്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി എന്ന് ഉറപ്പായും പറയാം. വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ സ്പോട്ട് ചെയ്യാനും വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വളരെ വിദഗ്ധമായി സമർത്ഥമായി ചെയ്യാനും പോലീസിന് കഴിഞ്ഞു ഈ കേസിൽ. മനീഷ്.
അതെ ഹാഷ്മി, അങ്ങനെ തന്നെ നമുക്ക് പറയാം. കാരണം കേരള പോലീസ് വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഈ ഒരു കേസുമായി തന്നെ ബന്ധപ്പെട്ടു. വളരെ അതീവ രഹസ്യമായി നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായി പ്രതി ഈ കുറ്റം സമ്മതിക്കുന്നതുവരെ, ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നതുവരെ പോലീസ് സംഘം അങ്ങനെ ആ അന്വേഷണത്തിൽ നോക്കിക്കണ്ടു. ഇവിടെ ഇയാളുടെ വീട്, അതായത് ജയചന്ദ്രന്റെ വീടിന്റെ പിന്നിലായിട്ടുള്ള ഒരു 5 സെന്റ് സ്ഥലമാണ്. അത് മനു എന്ന് പറയുന്ന ഒരാളുടെ സ്ഥലമാണ്. ആ സ്ഥലത്ത് അയാൾ കഴിഞ്ഞ ഞായറാഴ്ച പുതിയ വീട് വെക്കാൻ വേണ്ടി തറക്കല്ലിട്ടിരുന്നു. നിർഭാഗ്യവശാൽ അയാൾക്ക് ഈ കേസുമായി ഈ വീടുമായി ബന്ധപ്പെട്ട് നിർമ്മാണത്തിനൊക്കെ പോകണമെങ്കിൽ നിയമപരമായിട്ടുള്ള ഒത്തിരി തടസ്സങ്ങൾ നേരിടേണ്ടി വരും. ഈ കൊലപാതകവും അല്ലെങ്കിൽ സംഭവങ്ങളുമായിട്ടോ ഒന്നും ഈ പുരയിടത്തിന്റെ ആൾക്ക്, ഈ സ്ഥലത്തിന്റെ ആൾക്ക് ഒരു ബന്ധവുമില്ല. പക്ഷേ ഇയാളുടെ വീടിന്റെ പിന്നിലാണ് ഈ സ്ഥലം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു ഇപ്പോൾ ടാർപോളിനിട്ട് ഈ മറച്ചു വെച്ചുകൊണ്ടാണ് അതിനകത്ത് ഈ പോലീസ് സംഘം ഈ മണ്ണ് ഡിഗ് ചെയ്ത് മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുക. പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് അതിന്റെ ഇന്റേണൽ പ്രോസസ് മറ്റ് കാര്യങ്ങളിലേക്ക് അടക്കം പൊതുജന മധ്യത്തിലേക്ക് കാണിക്കേണ്ട എന്നൊരു ഉദ്ദേശത്തോടുകൂടി ആയിരിക്കും, അല്ലെങ്കിൽ തെളിവ് ശേഖരണത്തെ അടക്കം അന്വേഷണത്തിന്റെ ഭാഗമായി അത് അങ്ങനെ ചെയ്യുന്നു. ഈ സ്ഥലത്തിന്റെ 4 പാടും വീടുകളുള്ള സ്ഥലമാണ്. അതായത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനസാന്ദ്രത ഏറിയ ഒരു മേഖലയാണ്, മത്സ്യബന്ധന മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിലല്ല ഇത്തരം സംഭവങ്ങൾ നടന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. ഇത് 7-ാം തീയതി പുലർച്ചെയാണ് ഈ കുഴിച്ചു മൂടിയത് എന്ന, നവംബർ 7-ന് പുലർച്ചെ കുഴിച്ചു മൂടി എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള. 6-ാം തീയതി ഈ വീടിന്റെ ഈ ജയചന്ദ്രന്റെ ഭാര്യ സുനിമോളും പറയുന്നുണ്ട്, 6-ാം തീയതി താൻ ഇവിടെ ഇല്ലായിരുന്നു, അന്ന് രാത്രിയും ഇല്ലായിരുന്നു, താൻ അന്ന് വീട്ടുജോലിക്ക് പോയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കൊലപാതക കാരണത്തെപ്പറ്റി പല അഭ്യൂഹങ്ങളും ഉണ്ട്. ഈ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലേക്ക് അപ്പുറം നിലവിൽ സുനിമോളുടെ മൊഴിയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് ഈ ജയചന്ദ്രനും ഒപ്പം തന്നെ ഈ വിജയലക്ഷ്മിയും തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. 2 വർഷം മുൻപ് ഇവർ തമ്മിലുള്ള ബന്ധം അറിഞ്ഞ സമയത്ത് അത് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ഉപേക്ഷിക്കാം, പക്ഷേ ഈ വിജയലക്ഷ്മിയായ ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട്, അതുകൊണ്ട് പൂർണ്ണമായ ഒരു ബന്ധപ്പെടാതിരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇടക്കാലത്ത് അവരുമായി ബന്ധമില്ലായിരുന്നു. അങ്ങനെ ഇടനിലക്കാർ വഴിയൊക്കെ തന്നെ ബന്ധപ്പെട്ട് ഈ വിഷയം പരിഹരിച്ചതാണ് എന്നൊക്കെ ഈ സുനിമോൾ പറയുന്നുണ്ട്. തങ്ങൾക്ക് ഈ കടങ്ങൾ ഒത്തിരി ഉള്ളത് കൊണ്ട് താൻ വീട്ടുജോലിക്ക് പോയി ജീവിക്കുന്ന സ്ത്രീയാണ്. നേരത്തെ തീരദേശത്ത് താമസിക്കുന്ന സമയത്ത് അവിടെ കടലേറ്റം രൂക്ഷമായ സമയത്താണ് സർക്കാരിന്റെ പുനർഗേഹം പദ്ധതി പ്രകാരം അവിടെ നിന്നും പണം നൽകിയതിന്റെ പേരിൽ പദ്ധതിയുടെ ഭാഗമായി ഒരു വീട് വെച്ച്, 2 നില വീടാണ്, ആ വീട് വെച്ച് ഈ പുറക്കാട് പഞ്ചായത്ത് 3-ാം വാർഡിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങിയത്. ഈ ജയചന്ദ്രനെ സംബന്ധിച്ച് നാട്ടുകാർ പറയുന്ന ഒരു പ്രതികരണം, ഇയാളൊരു ഒറ്റപ്പെട്ട സ്വഭാവമാണ്, അയാൾ മറ്റാളുകളുമായി തന്നെ വലിയ സഹകരണമില്ല, അങ്ങനെ ഒരു കൂടി നടക്കുന്ന ആളല്ല, ആളുകളുടെ മുഖത്ത് നോക്കി സംസാരിക്കുകയോ അല്ലെങ്കിൽ ആളുകളുമായി കൂടുതൽ ഇടപെടുകയോ ചെയ്യുന്ന ആളല്ല. പക്ഷേ അയാളെ ചുറ്റിപ്പറ്റി ക്രിമിനൽ പശ്ചാത്തലമോ അല്ലെങ്കിൽ അങ്ങനത്തെ പോലീസ് കേസുകളോ അടിപിടി മോഷണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിൽ കൂടി സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഇയാൾക്കെതിരെ, സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ ഇയാൾക്കെതിരെ ഉയർന്നിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. 2 വർഷങ്ങളായി ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ 2 വർഷത്തെ പരിചയമേ ഇവർക്കുള്ളൂ. എങ്കിലും ഇയാൾ നേരത്തെ താമസിച്ച സ്ഥലത്തെ ആളുകൾ കൂടി ഇയാളുടെ സ്വഭാവത്തെപ്പറ്റി തിരക്കിയെങ്കിലും ഇങ്ങനെയുള്ള ക്രിമിനൽ പശ്ചാത്തലമില്ല. എന്തിനായിരിക്കും ഇങ്ങനെ ഒരു കൊലപാതക മുൻപരിചയമില്ലാത്ത ഒരാൾ ഇങ്ങനെ കൊല നടത്തി ആസൂത്രിതമായി അതിന്റെ തെളിവ് നശിപ്പിക്കാനൊക്കെ തന്നെ ഭാഗമായി പിന്നീട് കണ്ണൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിലേക്ക് ഈ ഫോൺ എറണാകുളത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും വസ്ത്രങ്ങൾ കത്തിച്ചു കളയുകയും തന്റേതല്ലാത്തൊരു പറമ്പിൽ അത് ഉടൻ ഒരു പണി നടക്കേണ്ട, എന്തായാലും ഒരു എല്ലാം തികഞ്ഞത് ക്രിമിനലിനെ പോലെ കൃത്യമായ കവർപ്പ് നടത്തി ഈ ജയന്തൻ എന്ന തർക്കം വേണ്ട. അപ്പോൾ ആ തർക്കത്തിനൊടുവിൽ അല്ലെങ്കിൽ എന്തായാലും അതിനൊടുവിൽ ഇയാളെ കൃത്യമായി തന്നെ സ്പോട്ട് ചെയ്യാൻ പോലീസിന് കഴിയുന്നു, സാഹസികമായി പിടികൂടാൻ പോലീസിന് കഴിയുന്നു. അതിന് അന്വേഷണ വഴികൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോകാൻ പോലീസിന്